കോമഡി മസാലയുടെ ഈ ഒരു വേദിയിൽ അടുത്തതായി നമുക്കൊരു സ്പെഷ്യൽ പെർഫോമൻസ് കാണാനുള്ള സമയമാണ്. സോ സ്പെഷ്യൽ പെർഫോമൻസുമായി വേദിയിലേക്ക് എത്തുന്നു കിരൺ മോഹൻ. കിരൺ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കൊല്ലം കുണ്ട്ര. കൊല്ലം കുണ്ട്ര. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സിന് ട്രെയിനിങ്ങിന് വരുന്ന പിള്ളേരുടെ ഹെൽത്ത് ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ, ട്രെയിനിങ് പിള്ളേരെ ട്രെയിൻ ചെയ്യുന്നു. ഞാൻ മാത്രമല്ല ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ അപ്പോയിന്റ്മെന്റ് വെയിറ്റ് ചെയ്യാണ് ഞാൻ. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും വൈകാതെ തന്നെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുന്നു. താങ്ക് യു. അപ്പൊ എന്താണെങ്കിലും കിരൺ പെർഫോമൻസിന് വേണ്ടി റെഡി ആണല്ലോ. ഒരു യൂണീക്ക് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്, അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് സമയം വൈകാതെ കാണാം അല്ലേ? ഓക്കെ, സോ ലെറ്റ്സ് ഡു ഇറ്റ്. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ചിറകെടുത്ത് ചാറും. എൻ്റെ പൊന്നു മാമച്ച്, നമുക്ക് ആവശ്യമുള്ള കാശ് നമ്മൾ എടുക്കണം. അത് അച്ഛൻ്റെ പേഴ്സാണോ അമ്മയുടെ PF ആണോ? എടാ ഇവിടെ വാടാ. അയ്യടാ, ഈ താരകൊണ്ട അതോടാ പല്ല് തേക്കുന്നേ. ഊതടാ മോഹനോല്ലി അമ്മേ, മറ്റേ അർജന്റീനക്കാരുടെ ഫ്ലെക്സിന്റെ താഴെ അമ്മയുടെ ഫോട്ടോ. ഓ എടാ എൽഡോ, തല്ലി ഒടിക്കടാ അവന്റെ കൈയും കാലും. രാഘവോ രാജപ്പോ, നീ ഒളിച്ചിരുന്നാന്നോ? മലയാള സിനിമയിലോ എനിക്കൊട്ടൊരു റേക്കായിരുന്നു ചാതോട്ട്, അതിന് വിശേഷം റേക്കായിരുന്നു. എനിക്കാരെയും പേടിയില്ല. മലയാള സിനിമയിൽ ഒരു പുതിയ ചിത്രത്തെ കുറിച്ച് ചിന്തിച്ചിരിക്കുകയാണ്. ഞാനടങ്ങുന്ന എൻ്റെ സമൂഹത്തിന്റെ ഒരു നല്ല നടനാകണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം, നിരീക്ഷണ ബോധം വേണം. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ. ഞാനും ലാലുമായിട്ടുള്ള ബന്ധം കൊച്ചിൻ കലാഭവൻ മുതൽ തുടങ്ങിയതാണ്. അവിടുന്നുള്ള വിഷ്ണു മാജിക് അങ്കിൾ പറയുന്ന പോലെ അങ്കിളുടെ കയ്യിലുള്ള ബോക്സ് വിഷ്ണുവിന് തന്നിട്ടാ, വിഷ്ണുവിന്റെ കയ്യിലുള്ള ബോക്സ് അങ്കിളുടെ. പഴുകി പറഞ്ഞ പപ്പടം ഒന്ന് പരുതി പറഞ്ഞാലോ പപ്പടം ചീറ്റി വണ്ടിയിലെ കാഴ്ചിരിക്കുന്നു ഉള്ളിയെ കാണാൻ കൊതിച്ചിട്ടാ. മലയാള സിനിമ എന്ന് പറയുന്നത് പുതിയ പുതിയ പഴങ്ങളിലേക്കുള്ള റോയിലി മുഴകണു. എന്തൊക്കെയാ മുഴകണ്ടി? എന്റെ ലക്ഷ്മി കാർത്തികേയ, കയ്യൂക്കിന്റെ ഭാഷ നിനക്ക് മാത്രമേ ഭാഷയുള്ളൂ, നീ കരുതരുത്. അവൻ തോക്ക് പ്രസ്ഥാനം ഉപയോഗിക്കാം, പക്ഷെ പ്രസ്ഥാനം ഒരിക്കലും തോക്ക് ഉപയോഗിക്കാൻ പറ്റും. രണ്ട് വാക്കുകളല്ല, മാവട്. ഞാനും എൻ്റെ മോനും തമ്മിൽ ഗുരുവായൂരപ്പനാണ്, ഒരു കുഴപ്പവുമില്ല. ചിലരൊക്കെ പറഞ്ഞുണ്ടാ KPCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എന്നെ എൻ്റെ അച്ഛനെ കൂടി ഒതുക്കാൻ നോക്കണ്ട, നടക്കില്ല. അത് ചെയ്യുന്ന കൊട്ടാരക്കര ഗണപതി, മംഗലാംകുന്ന് അയ്യപ്പൻ, എല്ലാ ഒന്നൊന്നര ആനകളാ. ഉണ്ണിത്താൻ ചേട്ടൻ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, പണ്ട് നിഷ്പക്ഷമായ ഒരു അന്വേഷണമാണല്ലോ ഗവൺമെന്റ് നടത്തുന്നത്. എനിക്ക് വരെയുള്ള കാര്യങ്ങൾ അവരുടെ മുഖത്ത് നോക്കി പറയുന്ന ആശീലമുള്ളതാണ്. അതൊന്നും കേരളത്തിൽ ഇനി KM മാണി കോഴ മേടിച്ചു എന്ന് പറയുന്ന ഒരു പൈശാചികവും മൃഗീയവുമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. സംതിങ് വിച്ച് ഈസ് നോട്ട് ഹാപ്പൻ. ഗവൺമെന്റ് വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞോട്ടെ, അത് പറഞ്ഞു. ഒരു ജാതി, ഒരു മതം. ആശ്വാസം വിളിച്ച് പറഞ്ഞോണ്ടല്ലോ, എൻ്റെ വായനല്ലോ പൊളിച്ചേക്കും പരമനാറി. നീ എന്തോ ആശ്വാസം പറയുന്നത്? ശരി, നിക്കേനെ പറഞ്ഞു. ഇങ്ങ് അടുത്ത് വന്നാൽ അമ്മയുടെ ബാബുമോൻ ആ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായമ്മേ. അമ്മേ, എനിക്കും ശരളയ്ക്കും കുട്ടികളില്ലാത്ത കാലത്ത് ഞാൻ ഒറ്റയ്ക്കൊരു കത്തി കളിക്കാനുള്ള സാധനമല്ല, സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ചോർ. ഞാൻ നിങ്ങളെ കേട്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് കാട്ടാപ്പള്ള പെണ്ണെ കൊണ്ട് കർണാടകയിലേക്ക് തന്നെയായിരിക്കും മല്ലയ്യ പോയിരിക്കുന്നത്. എഴുകി വീഴപ്പറ്റി എഴുകി വീഴായിൻ്റെ കഴുതമ്മ നീ പറയുന്നു കേട്ടോ ഫെഡറിക്കേ, എനിക്ക് ഇവിടെ മാത്രമല്ലടാ, അങ്ങേ ഡൽഹിയിലുണ്ടോ പെട്ടി. അറിയാമോ, ഒരു 2 രൂപ ഇങ്ങ് തന്നിട്ടി. കാലത്ത് കോളേജിൽ കൊണ്ട് വിടുകയും തിരുത്ത് വിളിച്ചുകൊണ്ട് വരികയും വേണം. മീറ്റർ കാശൊന്നും കണക്ക് കോരണം. ഒരു അത്യാവശ്യമുള്ള പോക്കറ്റ് അഞ്ഞൂറ് ഇനി ആവർത്തിക്കണം. അതാണ് ബുക്ക് ഉണ്ടായിരുന്നാണ്. ഇനി അന്നോണ്ട് മാന്യപ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് സ്വാഗതം. കുട്ടിക്കൂറവാകുമ്പോൾ അച്ഛൻ കൂറയും. വല്ലവൻ പക്ഷെ വകടിരു വട്ടപ്പൂജം ഓർമ്മയുടെ അമ്പടിക്കല്ലി വന്നാട്ടെ ഇരുന്നാട്ടെ, കുടിക്കാൻ ചായയോ കാപ്പിയോ അല്ലെങ്കിൽ എന്താണ് പേര്? സ്റ്റൈലൊക്കെ ഉണ്ട്.
നാളെ നമ്മൾ കാണുമ്പോഴേ ആ മീശ അവിടെ കാണരുത്. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് ഇവര് 3 പേരുമാണ് എന്റെ ഹീറോ. എന്റെ കൊച്ചോട്ട് എന്നെ ഗോൾഫിയാണ്. എന്തിനാണ് എന്റെ കൊച്ചോട്ട് കട്ടപ്പനയ്ക്ക് നിൽക്കുന്ന പട്ടി? നിർത്തിക്കേ ഡിംഗൾഫി അല്ലേ? ഇത്രയ്ക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. മഹാമാട്ട വിക്രമം മനസ്സിൽ കൊണ്ടുവരുന്ന അശാനെ അവരെ ചെറിയ ടീമല്ല, ഇളം ടീമാണ്. അവരെന്നെ ഉറക്കണ്ട അശാനെ. എടാ പരനാറി, നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? മോന്നണം ആൻസർ. അതെടാ ഞങ്ങൾ തെരുവട്ടികളാ, തെരുവട്ടികൾ കുടമാണില്ല. പക്ഷെ തമ്മിത്തം അറി കൈ കണ്ടോ നീയാ? മറ്റേ തഴമ്പുണ്ടോ നീ? ലാഹകള് വക്കച്ച കൊന്നിട്ട് ആരടാ എന്താ പൈസ എടുത്ത അതിന്റെ കടല പഠിച്ചത് പറഞ്ഞല്ലോ. നീ പഠി. വിമൽ സാർ നല്ല മനസ്സാണെന്നും വിമൽ സാറിന്റെ കുറെ പൈസ ഒക്കെ ഉണ്ടെന്നും വിമൽ സാർ റോഡും. അടാ ജോസ, 1 2 അല്ല 10 ലക്ഷം. ഇപ്പൊ പലിശ പോലും ഇല്ലേ? ഹാടി എന്താ തല്ലേ കാശൊക്കെ തരുന്നുണ്ടോ അവര്? എന്റെ കഴുതരായിട്ട് തരുന്നതല്ലോ അവര്. മോനെ അബൂഖാന്റെ നമ്പർ എപ്പോഴാ വരിക? കോമാളി കരയാൻ പാടില്ല. ആഹാ വളിക്കത് ശ്രുതി നാവുൻ പേരെ ചൊണ്ണ. നിങ്ങൾ വളരെ നന്നായിരുന്നു ചെയ്തത്. ഫസ്റ്റ് നിങ്ങൾ വന്ന് ചെയ്ത പോർഷൻ ഇല്ലേ, അത് വളരെ ഗ്രേസ്ഫുൾ ആയിരുന്നു. സെക്കൻഡ് വരണം മിസ്റ്റർ രഞ്ജി ജോർഡൻ. പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ അങ്ങ് കോട്ടമായി തൊട്ടില്ല. സത്യത്തിൽ ഈ കല്യാണം എന്ന് കേട്ടപ്പോഴേ എന്റെ ചങ്കത്തടിച്ചതുപോലാണ് എനിക്ക് തോന്നിയത്. എന്റെ പൊന്നു സാറുമാര്, ഇതെന്റെ ഒരേ ഒരു പെങ്ങൾ, ഇതെന്റെ ഒരേ ഒരു മോൻ. ഇവനെ കണ്ടാണ് ഞാൻ ഓ എന്റെ മോനെ, ഞാൻ നിന്റെ ബാബ, ഇതെന്റെ കുഞ്ഞു പെങ്ങൾ, ഈ കാണുന്നതെല്ലാം നിന്റെയാണ്. അവന്റെ ജീവൻ അവളെ പടച്ചിലടല്ലോ. അതിങ്ങനെ ക്ലോസ് റേഞ്ച് കേൾക്കാൻ വേണ്ടി ഞാൻ തന്നെ കുമ്പാരി. അശോക, നീ ആരാ? നിനക്കൊന്നാണോ വാട്ട് യു വാണ്ട്? ഓ ഇതാണോ ചേട്ടാ വലിയ സർപ്രൈസ്? എന്നാ ഇയാളൊന്നോട്ട് ഒഴി. ഓ മനസ്സിലായി, ആ പരമനാറി. അളിയ, നിങ്ങൾക്കറിയാമോ 17 തികയാത്ത പാൽക്കാരൻ പയ്യന് കുറെ പെൺകുട്ടികൾ ചേർന്ന് പീഡിപ്പിച്ചു. കുമരഗിരി പള്ളി വികാരി ഫാദർ ഒറ്റപ്ലാക്കൻ. ആടി അമ്മേന്റെ ഭരണേ ആയിട്ട് എന്താക്കുന്നില്ല. ഏതാണോടാ പൊന്നീ ഗതരാജമൊത്ത? കളി ഹൈ റേഞ്ചിലാണെങ്കിലും അങ്ങ് പാർ. എന്റെ പൊന്നു മുകേഷ് ഏട്ടാ, ധർമ്മം പറഞ്ഞനുസരിച്ച് ഞാനും ആര്യയും കൂടി ഇവന്റെ വീട്ടിൽ കല്യാണം പോയതാ. എന്റെ പൊന്നു ഏട്ടാ അവിടെ ചെല്ലുമ്പോ ഞാൻ പറഞ്ഞതും മലയാളം, ഇതിങ്ങനെ തർജ്ജമ ഞാൻ പറഞ്ഞ ഞാൻ സജീവനാണോ? കൊച്ചെ മലയാള സിനിമ കാണാറുണ്ടോ? അവൾ അവിടെ കൃത്യമായി പോയി കാണും ദുർഗെ. അളിയാ രമേഷ, നീ രാവിലെ എടുക്കാം. ഞാൻ ട്യൂഷൻ എടുത്തളിയാ. അളിയാ the money you deposit in Harris Finance. പെപ്പേ, നമ്മൾ പറഞ്ഞല്ലോ നല്ല കാര്യങ്ങളാണത്. കൊച്ചിറക്ക, ഇതാണ് തോട്ട. ഇല്ലടോ, അപ്പൊ ഓള് കഴിക്കില്ല. ഈ പുട്ടുണ്ടായ കഥ എനിക്ക് ഇല്ല, ഒന്നും പറയല്ല. പ്രത്യേകിച്ച് ടിനി പറഞ്ഞ നിങ്ങൾ ഇടക്കിടക്കടവില് മാറ്റിയല്ലേ, ഒന്നും പറയല്ല. പടപട നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു 10 എണ്ണത്തിന് പിടിച്ച അത് 9 എണ്ണം. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. നിങ്ങളിപ്പോ വായിച്ച വേദോസ്തത്തിലെ சீக்கிரம் அந்த இடத்தெல்லாம் காலி பண்ணி அந்த இடத்தெல்லாம் கீறி பண்ணி நம்ம my life between 22 years in 22 years thanks to God. ഓ, അത്ഭുതകരമായ ഗോൾ, അവിശ്വസനീയമായ ഗോൾ. ഞാൻ വന്നിട്ടെന്ന് சொல்ல, തിരുമ്പി വന്നിട്ടെന്ന് சொல்லடா. ഇത് അടുത്ത് നിന്ന് കേട്ടിട്ട് എനിക്ക് വരെ ശ്വാസം മുട്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും അടിപൊളിയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ ഈ ഒരു പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി ഇതുപോലെയുള്ള ഒരു യൂണിക് പെർഫോമൻസസ് ശരിക്കും പറഞ്ഞാൽ കിരൺ മോഹനിൽ നിന്ന് എല്ലാ പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നുണ്ടാവും. അപ്പോൾ എന്താണെങ്കിലും കോമഡി മസാലയുടെ ഒരു വേദിയിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇത്ര മനോഹരമായ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചതിൽ ഒരുപാട് സന്തോഷം. സോ താങ്ക് യു സോ മച്ച് കിരൺ ആൻഡ് യെസ് താങ്ക് യു. ഓക്കെ, അങ്ങനെ നമ്മൾ ഗെയിം സോണിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ബിനിച്ചേട്ട, ഉല്ലാസേട്ട രണ്ടുപേരും റെഡിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രൂരമായിട്ടുള്ള മത്സരത്തിലാണ്, ഒരു വാശിയേറിയ വാശിയേറിയ മത്സരം. മത്സരത്തിലാണ്. എന്താണെന്നറിയില്ല, എനിക്ക് മറ്റുള്ളവർക്ക് പണി കൊടുക്കുന്ന കാര്യം വരുമ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ എന്താണെങ്കിലും അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഇന്നത്തെ ഗെയിം എന്താണെന്ന് നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇവിടെ സെയിം കളറാണല്ലോ. അതാണ്, ഇത് തന്നെയല്ല. കണ്ടാ, ഞാൻ ഇരിക്കുന്നതിന്റെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകം പറഞ്ഞു അവിടെ പൂ വേണം, അല്ലെങ്കിൽ മൂഡ് പോകും, അതുകൊണ്ട് അത് വേണം. ഓക്കെ, ഇത് കറക്റ്റ് ആയിരിക്കണം. പൂ വേണമെന്ന് പറഞ്ഞല്ലോ. പൂ. ആ ശരി. അപ്പോൾ എന്താണെങ്കിലും ബിനിച്ചേട്ട ഇത് പീച്ചാണോ ഓറഞ്ച് ആണോ?
എന്തെങ്കിലും ആവട്ടെ അല്ലേ? അപ്പൊ എന്താണെങ്കിലും ബിനിച്ചേന്റെ അതേ കളറിലുള്ള ബലൂൺസ് ആണ് ബിനിച്ചേന്റെ ടീമിന് ഇവിടെ ഉള്ളത്. നീല കളർ ബലൂൺസ് ആണ്. കളറിലുള്ളതെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല. ഷർട്ടിന്റെ കളർ എന്ന് പറയണം. ആയിക്കോട്ടെ. അപ്പൊ എന്താണെങ്കിലും ഈ ഒരു ബനിയന്റെ കളറാണ് ഇവിടെ ഉള്ളത്, നീല കളർ. അങ്ങനെ പറയരുത്, പുള്ളിയുടെ കളറുള്ള. ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിം ഇതാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഞങ്ങൾ ഓരോ കണ്ടസ്റ്റൻസിനെ തരുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ മേളിൽ തൂക്കിയിട്ടിരിക്കുന്ന ബലൂൺസ് ഓരോന്നായി ഈ ആയുധം വെച്ച് കുത്തിപ്പിടിക്കണം. ആണിയാണിത്, ഇത് വെച്ച് കുത്തിപ്പിടിക്കണം. അപ്പൊ ഏറ്റവും ആദ്യം ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന ആളായിരിക്കും ഇതിൽ നമ്മുടെ വിജയ്. ഇവിടെ വരുന്ന ആളല്ലേ? അവിടുന്ന് ഇവിടെ വരുന്ന ആള്. അതെ, അപ്പൊ സൈഡിൽ നിന്ന് പോലെ അവരെ പൊട്ടിച്ച് തുടങ്ങണം. അപ്പോൾ ബിനിച്ചേട്ടനും ഉല്ലാസേട്ടനും നമ്മുടെ കണ്ടസ്റ്റൻസിനെ ഭയങ്കരമായിട്ട് ഒന്ന് എനർജറ്റിക് ആയിട്ട് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമ്മുടെ ആ സപ്പോർട്ട് കൊണ്ട് ഏറ്റവും കൂടുതൽ ബലൂൺ പൊട്ടിക്കാനുള്ള ഊർജം അവർക്ക് കിട്ടണം. അതെ, കറക്റ്റ്. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് നമുക്ക് 2 കണ്ടസ്റ്റൻസിനെ സ്വാഗതം ചെയ്യാം. ആയിക്കോട്ടെ. സോ യെസ്, എവിടെയാണ് നമ്മുടെ കണ്ടസ്റ്റൻസ്? പേരെന്താണ്? ശ്രീലേഖ. അതാണ്. ഇതിനു മുമ്പ് ഗെയിം പങ്കെടുത്തിട്ടുണ്ട്, അതിന് സമ്മാനം മേടിച്ചിട്ടുണ്ട്. എവിടെയാ ചുരിദാർ? ചുരിദാർ വീട്ടില്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കോലിക്കോട്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇനി അടുത്ത ആളെ പരിചയപ്പെടാം. പേര് പറയൂ. വർഷ. എവിടെ നിന്നാണ് വരുന്നത്? കോലിക്കോട്. എന്ത് ചെയ്യുന്നു? പി ജി ചെയ്തു. ഏതിലാണ് പി ജി ചെയ്യുന്നത്? പി ജി കഴിഞ്ഞു. ഇപ്പോൾ കൺഫ്യൂഷൻ ആണോ? അല്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ആള് പാട്ട് പാടുന്ന എനിക്ക് ഇവിടുന്ന് ഒരു അശ്ലീലി കേട്ടിരുന്നു. അതുകൊണ്ട് 2 വരി പാട്ട് പാടിയേ പറ്റുള്ളൂ. പാടൂലേ? പാടും. പാട്ട് പാടാം. പാടുക, ഇങ്ങോട്ട് പാടുക. നൃത്തം വയ്ക്കും പൂന്തന്നൽ, മുത്തം വയ്ക്കാനെത്തുന്നുണ്ടേ കന്നത്തിൽ, എൻ്റെ തുള്ളാത്തും വാവേ വാവാച്ചി, തുമ്പക്കൂടങ്ങളിൽ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിളം കാറ്റിൻ്റെ കൂട്ടുകാരി, മിന്നിത്തിളങ്ങുമെൻ പൊന്നിൻ കീനാക്കൾക്ക് നിന്നെയാണോ മലേറെ ഇഷ്ടം, പുഞ്ചിരി മുത്തല്ലേ എൻ്റെ ചിത്തിര കുഞ്ഞല്ലേ, കണ്ണാം തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. സൂപ്പർ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഗെയിമിലേക്ക് ഇടന്നാലോ? ഗെയിം മനസ്സിലായല്ലോ? നിങ്ങളുടെ ടീം നമ്മുടെ ബിനിച്ചേന്റെ ടീമാണ്. ഇതേ സെയിം കളറാണ്, ഷർട്ടിന്റെ കളറാണ്. അപ്പൊ ഈ ബലൂൺസ് അവിടെ മുതലാണ് ചെയ്യേണ്ടത്. ആയുധം കൈമാറുകയാണ്. പിടിച്ചോളാം, ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ വർഷയുടെ കളർ ബ്ലൂ ആണ്. അപ്പോൾ ആ സൈഡിൽ നിന്ന് പോലെ തുടങ്ങിക്കോളാം. അപ്പോൾ ഫസ്റ്റ് ഏത് ടീമാണോ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് അവരായിരിക്കും വിന്നർ. അപ്പോൾ ഒരു വാശിയേറിയ മത്സരം ഞങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. 2 പേരും ഏറ്റുമുട്ടൽ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഒരു മരം കൊത്തിയുടെ ലാഘവത്തോടെ ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നല്ലൊരു ഐഡിയ നൽകിക്കൊണ്ട് തന്നെ ലെറ്റ്സ് സ്റ്റാർട്ട്. വർഷ കുറച്ചുകൂടി നല്ലൊരു ചാട്ടം. ഒരേ ഒരു കൈ മാത്രം യൂസ് ചെയ്യാം. വർഷ നന്നായിട്ട് കാണിക്കോളൂ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇത്ര ഭയങ്കരിയായിരുന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ശ്രീനിവാസൻ പറഞ്ഞ അല്ല സത്യത്തില് ഈ 2 പേര് വന്നില്ലേ? വർഷം ആദ്യം എൻ്റെ അടുക്ക വന്നു നിന്നു. മറ്റേ പുള്ളിക്കാരി ഇതുവഴി അങ്ങോട്ട് പോയപ്പോൾ ഞാൻ വിചാരിച്ചു, ആശ്വാസം, ഈ ഗെയിമിൽ ഞാൻ ജയിക്കും. കാരണം പുള്ളിക്കാരി പറന്ന സൈസ് ചെറുതായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ വളരെ ഒന്ന് ആഗ്രഹിച്ചിരുന്നു. അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യം പോലെ എങ്ങും തൊട്ടിട്ടില്ലല്ലോ. അങ്ങനെ പറയരുത്. 1-2 പൊട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരാള് തുടങ്ങിയത് മാത്രമേ കണ്ടോളൂ. പിന്നെ ഏത് വഴിക്ക് പോയെന്ന് ഒരു പിടുത്തം കിട്ടിയില്ല. തൃശ്ശൂരായിരുന്നോ വീട്? പൂരം പൊട്ടണ പോലത്തെ ഒച്ചയായിരുന്നു. മിണ്ടാപ്പൂച്ച കല ഉടക്കുമെന്ന് പറഞ്ഞല്ലോ, മിണ്ടാപ്പൂച്ച ബലൂൺ ഉടച്ചത്. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ ജയിച്ച ടീമിന്, നമ്മുടെ ജയിച്ച കണ്ടസ്റ്റന്റ്, നമ്മുടെ തോറ്റ ടീമിന്റെ ക്യാപ്റ്റനായ ഉല്ലാസേട്ടൻ നമ്മുടെ സമ്മാനം കൈമാറുന്നതായിരിക്കും. നമുക്ക് അപ്പൊ അതിലേക്ക് കിടക്കാം.
അല്ല വേറൊന്നല്ല, നമ്മുടെ ഇവിടുത്തെ ഇലക്ട്രിക്കൽ ശരിയല്ലെന്ന് തോന്നുന്നു. അല്ല കണ്ടില്ലേ, നമ്മുടെ ലൈറ്റ്സിനൊന്നും ഒരു ഔട്ട് കിട്ടുന്നില്ല. നമുക്ക് KCB-യിലേക്ക് ഒന്ന് വിളിച്ചാലോ? നല്ല കാര്യമായി. ആന്റി കഴിഞ്ഞ വർഷം ഇവിടെ ഒരു ഫീസ് അടിച്ചു പോയിട്ടേ അന്നേരം വിളിച്ച ഇതുവരെ വന്നിട്ടില്ല. ഓ അങ്ങനെ. പക്ഷെ എന്നാലും നമ്മുടെ എന്താ പ്രശ്നം എന്താ? ചേട്ടനിപ്പോ പറഞ്ഞ എവിടെ വിളിച്ചു കഴിഞ്ഞാൽ വരില്ല. ഇപ്പൊ പ്രശ്നം വന്നപ്പോ തന്നെ ആള് വന്നല്ലോ. മലന്ന് പുറത്ത് കാണും. അല്ല ചേട്ടൻ പറയായിരുന്നേ KCB-യിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം എടുക്കും വരാന്ന്. ചേട്ടൻ ഇപ്പൊ തന്നെ വന്നല്ലേ, ഈ പ്രശ്നത്തിന് വന്നല്ലേ? ഏത് പ്രശ്നത്തിന്? ഇവിടെ ലൈറ്റ് അതല്ല, കഴിഞ്ഞ വർഷം എന്തോ എഴുതി ഒരു കംപ്ലൈന്റ് ഇട്ട് അത് നോക്കാനായിട്ട് വന്നതാ. അടിപൊളി. നല്ല കാര്യം. അല്ല വേറൊന്നല്ല, കഴിഞ്ഞ വർഷം ഒരു ഫീസ് പോയെന്നും പറഞ്ഞു. അത് നോക്കാനായിട്ട്. എവിടെയാണ് ഫീസ്, എവിടെയാണ് പ്രശ്നം? അവിടെ ആണോ? അല്ലല്ലോ. അല്ല ചേട്ടനെ വിളിച്ച എന്താ ഫോൺ എടുക്കാത്തെ? എന്താ? അല്ല ചേട്ടനെ വിളിച്ച എന്താ ഫോൺ എടുക്കാത്തെ? കൊള്ളാം. ഇതുപോലൊരു പ്രാവശ്യം ഫോൺ എടുത്തിട്ടാണ് എൻ്റെ വീട്ടിലെ ഫീസ് ഊരിപ്പോയത്. ആ മനസ്സിലായില്ല. പെണ്ണുമ്പിള്ള മേടിച്ചിട്ട് പോയി ഇതുപോലെ പെണ്ണ് ഫോൺ വിളിച്ചപ്പോൾ ഞാൻ എടുത്തതിന് അന്ന് മനസ്സിലായില്ലേ? ആ ഇതുപോലെ പെണ്ണ് എൻ്റെ പൊണ്ണ് അല്ലല്ല, മനസ്സിലാക്കണം. നിങ്ങളൊരു സെലിബ്രിറ്റിയാണ്, നിങ്ങൾ ടി വിയിലും ഒക്കെ തിളങ്ങിയിരിക്കുന്ന ആളാണ്. നിങ്ങളുടെ ഒരു കോൾ വരാനായിട്ട് പലരും കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ എന്നെ ആ കുടുത്തിപ്പെടുത്തരുത്. ഞാൻ ആ തരത്തിലുള്ള ഒരാളല്ല ഞാൻ. സത്യം, ഞാൻ അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാർട്ടിയല്ല. അങ്ങനെ എനിക്കറിയാം. എങ്ങനെ പറയും, ഒരു അനുഭവം വന്നപ്പോൾ പിന്നെ ചൂടുവെള്ളത്തിൽ വീണ് പോച്ച് പിന്നെ പച്ചവെള്ളം കണ്ടാൽ പേടിക്കത്തില്ലേ? ആണോ അല്ലയോ? ഒരു അനുഭവം എനിക്ക് വന്നാ, ഒരു പെണ്ണ് വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്ത് എൻ്റെ പെണ്ണുമ്പിള എന്നെ ഇട്ടിട്ട് പോയതാണ് സത്യം. പിന്നെ ഇതുപോലെ സുന്ദരിമാർ വിളിച്ചിട്ട് ഞാൻ എടുത്തിട്ട് അവിടെ എങ്ങനെ ഞാൻ കാല് പിടിച്ചോണ്ടിരിക്കുക, ഇങ്ങനെ വാടി എന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് ഇത് എടുക്കാൻ എടുക്കും ഞാൻ. എനിക്ക് അതല്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാവോ, ഇപ്പോഴത്തെ ട്രെൻഡ് അതാന്ന് തോന്നുന്നു. എഞ്ചിനീയർമാരെയും ഡോക്ടർമാരെയും ഒന്നും വേണം, നമ്മളെ പോലെ പാവപ്പെട്ട KCB-മാരെ മതി. കാര്യം എന്നറിയാമോ, നമുക്ക് കാരണന്മാരായിട്ട് ബ്രൂട്ടീഷനിൽ പോവാതെ തന്നെ സൗന്ദര്യം ഉണ്ടല്ലോ. അതുകൊണ്ടായിരിക്കും എനിക്ക് താല്പര്യമില്ല. മനസ്സിലായി ഞാൻ. അല്ല മനസ്സിലാക്കുക. ഹലോ ഇവിടെ അതെ, ഈ KCB-ക്കാര് വിളിച്ചാൽ എന്താ ഫോൺ എടുക്കാത്തതാണ്. ഞങ്ങൾ നല്ല ലോല ഹൃദയരായിട്ടാണ്. എന്താ ലോലഹില? ഞങ്ങൾക്ക് കട്ടിയില്ലാത്ത മനസ്സാണ്. നിങ്ങൾ എന്തിനാ വിളിക്കുന്നത്? ആപത്തുകൾ വിളിച്ച് പറയാനല്ലേ? മരം മുറിഞ്ഞു വീണു, തെങ്ങ് വീടിന്റെ മണ്ടയ്ക്ക് വീണു, പശു കരണ്ടടിച്ച് ചത്തു, ആള് ചത്തു, ഇതൊക്കെ പറയല്ലേ? ഞങ്ങൾക്ക് അങ്ങനെ കേൾക്കാനുള്ളൊരു മനസ്സില്ല. ഞങ്ങൾക്ക് ലോല ഹൃദയരാണ്. അതുകൊണ്ട് എടുക്കാത്തത്. ഭയങ്കര ലോലതയായി. ലോല ഹൃദയരാ, അതുകൊണ്ടാണ് ഞങ്ങൾ എടുക്കാത്തത്. അല്ല ചേട്ടന്റെ പോസ്റ്റ് ഏതാണ്? എന്റെ പോസ്റ്റ് അങ്ങനെ എന്റെ പോസ്റ്റ് ആയിട്ടൊന്നുമില്ല. കേടായിട്ടുള്ള എല്ലാ പോസ്റ്റും ഞാൻ അതല്ല ചോദിച്ചേ. പിന്നെ ഈ KCB-യിൽ ചേട്ടന്റെ പോസ്റ്റ് എന്താ, ചേട്ടന്റെ സ്ഥാനം എന്താ? പോസ്റ്റ് ഇത് കേട്ട പ്രശ്നമാണ്. ലൈൻമാൻ. ഇവിടെ നിങ്ങൾക്ക് ഈ KCB-ക്ക് പറയുന്ന പോലെ ഉത്തരവാദിത്വം ഒരു ഉത്തരവാദിത്വമില്ല. ഇതാണ് കാര്യം. എന്താ? KCB-ക്കാർക്ക് ഉത്തരവാദിത്വമില്ല. നമ്മളോട് പുച്ഛം. ഇവിടെ മായമില്ലാത്ത കേരളത്തിൽ എന്തുണ്ട്? പച്ചക്കറി മായമില്ലേ? അരിയിൽ മായമില്ലേ? കടലിൽ കിടക്കുന്ന മീൻ വരെ ഇപ്പം മായം ചേർത്തരുത്. സത്യമില്ലേ? സത്യമാണോ? ഞങ്ങൾ തരുന്ന സാധനത്തിന് മാത്രമേ ഉള്ളൂ മായമില്ലാത്തത്, കറണ്ടിന് മാത്രം. എന്താ മായമില്ലാത്ത? മായമില്ലാത്ത എന്താണ്? മായമില്ലെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നിങ്ങൾ തൊട്ട് നോക്കണം. കറണ്ട് അടിച്ചില്ലെങ്കിൽ മായം, കറണ്ട് അടിച്ചാൽ ഒറിജിനൽ. തൊട്ട് നോക്കണം. അറിയോ, എന്റെ വീട്ടിൽ ഭയങ്കര കറണ്ട് ബില്ല് വരികയാണ്. ആണോ? നിങ്ങൾ ഫ്രിഡ്ജ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടോ? വീട്ടിൽ ഫ്രിഡ്ജ് ഇല്ലല്ലോ. ഗ്രൈനർ എന്നാ ഒരാഴ്ചത്തേക്കുള്ള അരിയൊക്കെ ആട്ടി വെക്കുന്നത് ഗ്രൈനറിന്റെ? ഇല്ലല്ല, വീട്ടിൽ ആട്ടുകല്ലും അരകല്ലും ഉണ്ട്, അതിലാണ് ചെയ്യുന്നത്. അപ്പൊ AC കണ്ടമാനം ചെലവാക്കുന്നുണ്ട്. AC ഇല്ല ചേട്ടാ. അപ്പൊ ഫാൻ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്തിന് കണ്ടത്തിന്റെ സൈഡിൽ, ഈ പുഞ്ചയുടെ സൈഡിൽ ഫാനിന്റെ ആവശ്യമില്ല. അങ്ങനെയുള്ള ഭയങ്കര കറണ്ട് ബില്ല് വരികയാണ്. കറണ്ട് ബില്ല്. അപ്പൊ നിങ്ങൾ ലൈറ്റ് ഒരുപാട് ഉപയോഗിക്കുന്നത്? 7 മണിക്ക് കിടന്നുറങ്ങും ഞങ്ങള്. പിന്നെ ഞങ്ങൾക്ക് എന്തിനാണ് ഓവറായിട്ട് ലൈറ്റ് യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണോ? അതെ. അപ്പൊ ഞാൻ രാവിലെ വീട്ടിലോട്ട് വരാം. ഇത് കംപ്ലൈന്റ് നോക്കാനാണോ? കംപ്ലൈന്റ് നോക്കാനല്ല, നിന്റെ വീട്ടിലെ ഫ്യൂസ് ഊരിക്കൊണ്ട് പോരാനാ. 7 ഒരു പുല്ലും അവന്റെ വീട്ടിൽ ഇല്ല. 7 മണിക്ക് കിടന്ന് ഉറങ്ങുകയും ചെയ്യും. പിന്നെ അവനെന്തിനാ കറണ്ട്? അത് ഊരിക്കൊണ്ട് പോന്നാ പോരെ. അത് ചേട്ടാ, അതെ എന്റെ വീട്ടിന്റെ അടുത്ത് ഒരു പോസ്റ്റ് ഉണ്ട്. കാറ്റടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കറണ്ട് പോകും. അതെ. പിന്നെ നിങ്ങളെ വിളിച്ചാൽ കിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ കയറി അങ്ങ് റെഡിയാക്കും. ആണോ? കാറ്റടിച്ചാൽ കറണ്ട് പോകും. അതൊരു കാര്യമുണ്ട്. കാറ്റടിച്ചാൽ പുള്ളിയെ റെഡിയാക്കി കൊടുക്കും, റെഡിയാക്കും. ഞാൻ റെഡിയാക്കും. അപ്പൊ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. കാറ്റടിച്ചാൽ കറണ്ട് പോകും, കറണ്ട് തൊട്ടാലും കാറ്റ് പോകും. മനസ്സിലായോ? കറണ്ട് തൊട്ടാൽ കാറ്റും പോകും. അപ്പൊ അത് ശ്രദ്ധിക്കണം. അതൊക്കെ നോക്കാൻ ഞങ്ങൾ വന്ന് ശരിയാക്കിക്കോളാം. നിങ്ങൾ ശരിയാക്കും. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ KCB-യിൽ എടുത്തത്. അതെന്റെ വിദ്യാഭ്യാസം. അതെ, എന്റെ വിദ്യാഭ്യാസമാണ്. എന്ത് വിദ്യാഭ്യാസം? എന്റെ അനിയനാണെങ്കിൽ +2 ജയിച്ചവനാണ്. അവൻ വായി നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. 10ാം ക്ലാസ് തോറ്റ ഞാൻ ഗവൺമെന്റ് ശമ്പളം വാങ്ങി. മനസ്സിലായില്ലേ? 10ാം ക്ലാസ് തോറ്റവർക്ക് മാത്രമേ ഈ ടെസ്റ്റ് എഴുതാൻ പറ്റൂ. അങ്ങനെ കിട്ടിയ ജോലിയാണ് എനിക്ക്. അപ്പൊ എനിക്ക് എഴുതാൻ പറ്റുമല്ലേ? അത് സാധ്യത കുറവാണ്. എന്താ?
10ാം ക്ലാസ് തോറ്റവർക്ക്, 7ാം ക്ലാസ് തോറ്റവർക്കല്ല. എൻ്റെ പൊന്നു ചേച്ചി, ഞാൻ വാശിപ്പുറത്താണ് ഈ ജോലി. സത്യം, ഞാൻ ഈ ജോലിക്ക് ഇറങ്ങിയത് വാശിപ്പുറത്തോ? ഈ ടച്ച് എഴുതി ഞാൻ കയറിയതാണ്. എൻ്റെ അച്ഛനെ കറണ്ട് കൊണ്ടുപോയതാണ്. കണ്ടോ നിങ്ങളുടെ അച്ഛനാ തേങ്ങാപ്പൂളോ? എടോ അതല്ലെന്ന്, എൻ്റെ അച്ഛൻ കണ്ടടിച്ചാണ് മരിച്ചത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. അതായത് വാട്ടർ ബില്ല് അടയ്ക്കുന്നത് എൻ്റെ അച്ഛനായിരുന്നു, കറണ്ട് ബില്ല് അടയ്ക്കുന്നത് എൻ്റെ അമ്മയും. അവർ തമ്മിൽ ഇങ്ങനെ ഈ അടവിൻ്റെ കാര്യം പറഞ്ഞ് എന്തോ പ്രശ്നം ഉണ്ടായി, രണ്ടുപേരോട് വഴക്കായി. ഇത് കേട്ടപ്പോൾ സഹിക്കാൻ പോയത് അമ്മയ്ക്ക് ഭയങ്കര മുൻകോപി. അമ്മ എന്തെന്ന് അറിയാം, വാട്ടർ ബില്ലിൻ്റെ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ കണക്ക് പറയാൻ നിങ്ങൾക്ക്. കറണ്ട് ബില്ല് ഞാൻ അടയ്ക്കുന്നത് നിങ്ങൾക്ക് അതൊന്നും നിങ്ങൾ വിഷയമല്ലല്ലോ. ഞാൻ കഷ്ടപ്പെട്ട് വാട്ടർ ബില്ല് അടയ്ക്കുന്നില്ല, നിങ്ങളുടെ വാട്ടർ ബില്ല് ഉണ്ടാക്കി വരുന്നതെന്ന് പറഞ്ഞ് വന്നിട്ട് എന്നിട്ട് ഈ വാട്ടർ ബില്ല് ഇങ്ങനെ ബില്ല് ഈ മീറ്റർ അടിക്കില്ല, മീറ്റർ വാട്ടർ മോട്ടറിൻ്റെ അത് വന്ന അമ്മ അടിച്ചങ്ങ് പൊട്ടിച്ചു, നിങ്ങളുടെ വാട്ടർ ബില്ലെന്നും പറഞ്ഞു. ഇത് കണ്ടപ്പോൾ അച്ഛന് രോഷം വന്നു. അദ്ദേഹം ചെറിയ രോഷക്കാരനാണ്. സത്യം, അച്ഛൻ എന്താണെന്നറിയോ, ഒരു കമ്പവടി എടുത്ത് വന്ന് മീറ്റർ നോക്കി, കറണ്ട് മീറ്റർ ഇല്ലേ, മീറ്റർ നോക്കി പട്ടാന്ന് വന്ന് 2-3 അടി കമ്പി വടി വെച്ച്. പിന്നെ ഒരുപാട് ലാഭമൊക്കെ ഉണ്ടാക്കിയിട്ട് അച്ഛൻ പോയത്. വിറവൊന്നും വേണ്ടി വന്നില്ല, നിന്ന് കത്തുമായിരുന്നു, നിന്ന്. സത്യം, ഈ കറണ്ട് ബില്ല് കുറയ്ക്കാനുള്ള ലാഭിക്കാൻ എന്തെങ്കിലും ഒരു ട്രിക്ക് പറഞ്ഞു. കറണ്ട് ബില്ല് ലാഭിക്കാൻ ഫ്രിഡ്ജ് ഉണ്ടോ വീട്ടിൽ? ഫ്രിഡ്ജ് വേണം. ഫ്രിഡ്ജ് ഉണ്ട്, അതൊക്കെ ഒന്ന് കുറച്ചാൽ മതി, അതിൻ്റെ ഉപയോഗം കുറച്ചാൽ മതി. അല്ല അത് വേണം. അല്ല ഉപയോഗം കുറയ്ക്കാൻ പറ്റില്ല, ഉപയോഗം കുറയ്ക്കാൻ പറ്റില്ല. മൊത്തത്തിൽ വീട്ടിൽ ഭയങ്കരമായിട്ട് എല്ലാ ജോലിയും ഒക്കെ ചെയ്യണത് എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളാ ആണ്. അപ്പോൾ അതെല്ലാം പ്രവർത്തിക്കണം, എല്ലാം പ്രവർത്തിക്കുകയും ചെയ്യണം. കറണ്ട് ബില്ല് കുറയ്ക്കണം. അത് കൊള്ളാല്ലേ. അതിന് ഇപ്പൊ എന്താ വേണം, ഞാൻ എന്താ വേണ്ട? മീറ്ററിൽ അതിന്റെ റീഡിങ് വരാത്ത രീതിയിൽ തന്ന എന്തെങ്കിലും അതിനൊരു ട്രിക്ക് ഉണ്ടോ? സത്യം ഞാൻ ചോദിച്ചോട്ടെ, പൈസ അടയ്ക്കരുത്, മീറ്ററിൽ ഇതൊന്നും വരരുത്, എല്ലാം നമുക്ക് ഉപയോഗിക്കുകയും വേണം. കല്ല് അടയ്ക്കാനും പറ്റരുത്. അതല്ലേ ഉദ്ദേശിച്ചത്? ഇതാണ് 100-300 രൂപ വരെ വന്നോട്ടെ, കുഴപ്പമില്ല. ഇല്ല, അതും വേണ്ടാന്ന് എൻ്റെ ആഗ്രഹം. നല്ല മനുഷ്യനാണ്. അപ്പൊ ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം, ഇത് ആരോടും പറഞ്ഞു കൊടുക്കരുത്. ആദ്യം പറഞ്ഞല്ലോ, ജോലി പോകുന്ന വിഷയമാണ്, ആരോടും പറഞ്ഞു കൊടുക്കരുത്. അതായത് കേട്ടാ, ഈ മീറ്റർ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പച്ച വയറും ഒരു ചുമപ്പ് വയറും മേളിൽ താഴോട്ട് ഇങ്ങനെ കൊടുത്തേക്കുന്നില്ലേ, കണ്ടിട്ടില്ലേ? അപ്പൊ അത് നിങ്ങളോട് കേട്ടോ, കുഴപ്പമില്ല, വീട്ടിൽ ചെയ്തു. എന്നിട്ടേ ഈ പച്ച വയർ ഇളക്കണം. ഇളക്കിയിട്ട് ഇങ്ങനെ പിടിക്കും. അപ്പോൾ അതിനെ പിന്നെ ഒരു കാര്യം, ഇത് കറണ്ടുള്ള സമയത്ത് ചെയ്യൂ. ഈ പിന്നെ മീറ്റർ ഓൺ ചെയ്തിട്ടേ ഇത് ചെയ്യാവൂ, ഇല്ലെങ്കിൽ അത് റീഡിങ്ങിൽ കറക്റ്റായിട്ട് തെളിയും. ഓഫ് ചെയ്തിട്ട് ചെയ്യരുത്, മനസ്സിലായില്ലേ? ഓൺ ചെയ്തിട്ടേ ചെയ്യാവൂ. പച്ച വയർ എടുക്കണം, എന്നിട്ട് അതിൻ്റെ അറ്റത്ത് ഈ കമ്പി, ചെറിയ ചെറിയ കമ്പി ഉണ്ടല്ലോ, അതിങ്ങനെ ഒന്ന് തിരിടി ഒന്ന് സെറ്റാക്കി വെച്ചേക്കണം. എന്നിട്ട് ഈ ചുമന്ന ഇതിന് പിടിവിടരുത്, എന്നിട്ട് ചുമപ്പ് വയർ വലിച്ചിളക്കണം. എന്നിട്ട് അതിൻ്റെയും ഈ ഇതെന്ന് അതിന് കറണ്ട് കാണും, അത് വെച്ചിട്ട് ഇത് രണ്ടും കൂട്ടി ഒന്ന് കൈ വെച്ചൊന്ന് യോജിപ്പിക്കണം. അയ്യോ, അപ്പൊ ഞാൻ ചത്തുപോലെ? നീ ചാവണമല്ലോ, നീ ചത്താപ്പിൽ നിനക്ക് കണ്ട വീട്ടിൽ അടക്കണ്ടല്ലോ. ഇങ്ങനെ ലാഭിക്കുന്നവരൊക്കെ ഭൂമിക്ക് നിൽക്കുന്നില്ല, ചാവുന്നല്ലോ നല്ലത്. നടക്കുക, ഇവിടെ ശരിയാക്കി കൊടുക്കണം പറഞ്ഞു വന്ന, ഇനി ഞാൻ ചെയ്ത് കൊടുക്കാം, ഞാൻ ചെയ്ത് കൊടുക്കാം. കണ്ട അടയ്ക്കാൻ വയ്യ, എനിക്ക് വയ്യമ്മ. ഇതൊക്കെ മനുഷ്യനാണോ? ഭയങ്കര സെലിബ്രിറ്റിയാണ്, പൈസ ഒക്കെ ഇഷ്ടമുള്ളവന്മാരാണ് അവന്മാർ. എന്നിട്ടാണ് ഞാൻ ഈ പണി കാണിക്കുന്നത്. ഇനി ഇടയ്ക്ക് വിളിച്ചോ, ഞാൻ എടുത്തോളാം.